നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം അംഗീകരിക്കുന്ന തീരുമാനത്തിലേക്ക് ഈ വ്യക്തി വന്നു ചേരുകയാണ്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ഈ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രപഞ്ച ശക്തിയിൽ വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു വായന കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിടയിലുള്ള സ്നേഹം ഒരു കാരണവശാലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധം മുറിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചിന്തിച്ചിട്ടുണ്ട്, ഇതോടുകൂടി ഈ ഒരു പ്രണയബന്ധം അവസാനിച്ചു, അല്ലെങ്കിൽ ഈ ഒരു ദാമ്പത്യ ജീവിതം ഇതോടുകൂടി അവസാനിച്ചു എന്നുള്ളത്. പക്ഷെ ഒരു സത്യം പറയട്ടെ, എന്തൊക്കെ സാഹചര്യങ്ങളും പരീക്ഷണങ്ങളും ബ്രേക്കേജസും ഉണ്ടായിട്ട് പോലും ഈ പ്രണയബന്ധം അല്ലെങ്കിൽ നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ വ്യക്തിയെ തടസ്സപ്പെടുത്തി കുറെ കാലങ്ങൾ തേർഡ് പാർട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരണ്ട എന്നുള്ള രീതിയിൽ, അങ്ങനെ ഉള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന രീതിയിൽ തേർഡ് പാർട്ടി നിങ്ങളെ രണ്ടുപേരെയും പിരിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ രണ്ടുപേരെയും സെപ്പറേറ്റഡ് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ചില മോശപ്പെട്ട പദ്ധതികൾ വരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അരികിലേക്ക് വരണം എന്ന് മാത്രം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി ഇപ്പോൾ. നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ മാത്രമേ ഈ വ്യക്തിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുള്ളൂ. ശത്രുക്കളെ അകറ്റി നിർത്തി നിങ്ങളെ ചേർത്ത് പിടിക്കാനാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ വ്യക്തി. നിങ്ങളെ സ്നേഹിക്കുവാനും നിങ്ങളുടെ സ്നേഹം അംഗീകരിക്കുവാനും നിങ്ങളുമായി ഒരുമിച്ചുള്ളൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കുവാനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഹയർ പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഈ വ്യക്തി ഇപ്പോൾ നോക്കുന്നത്. ആദ്യമൊക്കെ അല്ലെങ്കിൽ ആദ്യകാലത്തൊക്കെ ഈ വ്യക്തി നോക്കിയിരുന്നത് സാധാരണ രീതിയിലാണ് ഈ പ്രണയബന്ധത്തെ നോക്കിയിരുന്നത്. അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള സാധ്യതകളെക്കുറിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും മാത്രമാണ് ഈ വ്യക്തി നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ നല്ല രീതിയിലുള്ള പോസിറ്റീവ് എനർജിയും ഉയർന്ന ചിന്താഗതിയും ഉയർന്ന തീരുമാനങ്ങളിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ജീവിതം ചെറുതായും നിസാരമായും കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നും, പോസിറ്റീവായിട്ട് കാണണമെന്നും ഉയർന്ന രീതിയിൽ കാണണമെന്നുമാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടായാലും വേണ്ടില്ല, എന്തൊക്കെ ചെയ്തിട്ടായാലും വേണ്ടില്ല, എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടായാലും വേണ്ടില്ല, ഇതിനെ ഉത്തമമായ ഒരു പരിഹാരം കണ്ടെത്തണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനത്തിലേക്ക് മാത്രമാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും ആഗ്രഹങ്ങളും ഓരോ നിമിഷവും കഴിയും തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വർധനവ് എന്ന് പറയുന്നത് ആർക്കും തല്ലിക്കെടുത്താൻ സാധിക്കുന്ന ഒന്നല്ല. അത് ശത്രുക്കൾ വിചാരിച്ചാലും മറ്റുള്ളവർ വിചാരിച്ചാലും ആരൊക്കെ തന്നെ വിചാരിച്ചാൽ പോലും
ആ ഒരു സ്നേഹത്തെ തല്ലിക്കെടുത്തുവാനോ അതിൻ്റെ ആഴവും വ്യാപ്തിയും തല്ലിക്കെടുത്തുവാനോ കളയുവാനോ മറ്റുള്ളവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇതെന്തു മറിമായമെന്ന് പലപ്പോഴും ഈ വ്യക്തി ചിന്തിച്ചു പോകാറുണ്ട്. കാരണം നിങ്ങളോടുള്ള സ്നേഹം അത്രമാത്രം വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ് ഈ വ്യക്തിക്ക് അങ്ങനെ തോന്നിക്കുന്നത്. നിങ്ങളില്ലാതെ അല്ലെങ്കിൽ നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് ജീവിക്കുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് ഈ വ്യക്തി മനസ്സിൽ ലക്ഷ്യബോധമായി കരുതി കൂട്ടി വെച്ചിട്ടുള്ളത്. അത് ഒരു സ്ഥിരം ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു തീരുമാനവും ആഗ്രഹവും കൂടിയാണ്. അതുമാത്രമല്ല, നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഓർക്കുമ്പോഴും ഈ വ്യക്തിക്ക് വല്ലാത്ത പശ്ചാത്താപം വരാറുണ്ട്. ഈ വ്യക്തി അതിൽ നിന്നും എന്താണ് നേടിയത്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടായിരുന്നോ, എന്തെങ്കിലും അതിലൊരു പൊരുൾ ഉണ്ടായിരുന്നോ എന്നൊക്കെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നു, നിങ്ങളെ മാറ്റി നിർത്തിയതും നിങ്ങളെ തള്ളിപ്പറഞ്ഞതും നിങ്ങളെ മോശമാക്കിയതും ഒക്കെ വെറുതെ ആയിപ്പോയി, മണ്ടത്തരമായി പോയി, അബദ്ധമായി പോയി എന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ്. ഈ പ്രണയബന്ധത്തിൽ പുതിയ ഒരു ജീവൻ പകർന്നു നൽകാനും പുതിയ തുടക്കങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും ഈ വ്യക്തിയെ കൊണ്ട് കഴിയുന്ന എല്ലാവിധത്തിലുള്ള സഹായങ്ങളും പരിശ്രമങ്ങളും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്നത്തെ വായനയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സാമ്പത്തികപരമായും അതുപോലെ കരിയർ പരമായിട്ടും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിഹരിക്കുവാനും നല്ല നല്ല ജോലി സാധ്യതകൾ അന്വേഷിച്ച് നല്ല ജോലിയിൽ പ്രവേശിക്കാനും സാമ്പത്തികപരമായി നല്ലൊരു രീതിയിലേക്ക് മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്താനുമൊക്കെ ഈ വ്യക്തി നന്നായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ മടിയൊക്കെ പിടിച്ച് ഇരിക്കുകയായിരുന്നു. ഒരു കംഫർട്ട് സോൺ നോക്കി അതിൽ മാത്രം നിലകൊള്ളുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ. എന്നാൽ നിങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹവും അഭിമാനവും അതുപോലെ തന്നെ ആദരവും കാരണം നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ചിന്താഗതി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി കരിയർ പരമായി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ പലതരത്തിലുള്ള പരിശ്രമങ്ങളും ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അതിൽ പലതും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ പറയാൻ പോകുന്നുണ്ടാകാം. ഇവിടെ വിജയിക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. കാരണം ശത്രുക്കളുടെ കാപട്യമുഖം മനസ്സിലാക്കി. ഇനി അവരെ തോൽപ്പിക്കുക, അവർ അതിശയത്തോടു കൂടി നോക്കി നിൽക്കുന്ന രീതിയിൽ അവർക്ക് മുന്നിൽ നിങ്ങളുമായി ഒരുമിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കുക, ഇത് മാത്രമാണ് ഈ വ്യക്തിയുടെ ലക്ഷ്യമായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനോധൈര്യം എന്തൊക്കെ ചെയ്താലും അതിൽ ഉണ്ടാക്കിയെടുത്തേ തീരൂ എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. മനോധൈര്യം കൊണ്ടും ഹാർഡ് വർക്കിങ്ങിലൂടെയും തനിക്ക് വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു മനോബലത്തോടെയാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ പവിത്രതയും ആഴവും വ്യാപ്തിയും എല്ലാം ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുക, സമാധാനം നൽകുക എന്നിങ്ങനെയുള്ള ചിന്തകൾ മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത്. ആ ഒരു ലക്ഷ്യബോധത്തോടെ മാത്രമാണ് ഈ വ്യക്തി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവരെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.